Hi students, welcome to LM Thing. Today we are going to do the exercise questions of page 231 and 232 of chapter 9 Geometry and Algebra. Geometry and Algebra എന്ന പാഠത്തിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് 231 232 പേജിലെയും ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. 3 ചോദ്യങ്ങൾ ഇന്നലെ ചെയ്തു. ഇന്ന് 4ാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമുക്കിന്ന് 3 ചോദ്യങ്ങൾ ചെയ്യാൻ നോക്കാം. 4ാമത്തെ ചോദ്യം, in the picture below, the x-coordinate of a point on the slanted line is 3. x-coordinate തന്നിട്ടുണ്ട്, 3 എന്ന് തന്നിട്ടുണ്ട്, y-coordinate തന്നിട്ടില്ല. What is its y-coordinate? അതിൻ്റെ y-coordinate എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. What is the slope of the line? ആ ലൈൻ്റെ സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. Write the equation of the line. ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. ഒന്നാമത്തത്, what is its y coordinate? അപ്പോൾ നമുക്ക് x കോർഡിനേറ്റ് അറിയാം 3, y കോർഡിനേറ്റ് അറിയത്തില്ല. അതിന് ഞാൻ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു, അതായത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതെത്ര ആയിരിക്കും? 90 ഡിഗ്രി അല്ലേ. ഇവിടെ 90, ഇവിടെ 60 ആകുമ്പോൾ ഇതെത്ര ആയിരിക്കും? 30. അപ്പോൾ ഇതൊരു 30, 60, 90 ട്രയാങ്കിൾ അല്ലേ. 30, 60. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്ര? ഇവിടെ 3, ഇവിടെ എന്താണ്? 0, 30. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര? 10 to 30 ഡിസ്റ്റൻസ് ഈസ് 2 യൂണിറ്റ്സ് അല്ലേ. ഇനി നമുക്ക് 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ഓഫ് ദ സൈഡ്സ്. 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3:2. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 30യുടെ ഓപ്പോസിറ്റ് നമുക്ക് എത്രയാണ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്? 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ 1, ഇവിടെ നമുക്ക് 2 വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 60 എത്രയായിരിക്കും? 1 × 2, 2, 2 × √3, 2√3 എന്ന് വരും. 90യുടെയോ 2 × 2, 4 എന്ന് വരും. അപ്പോൾ നമുക്ക് 60യുടെ ഓപ്പോസിറ്റ് സൈഡായ ഈ സൈഡിലെ ലെങ്ത് എത്രയാ? 2√3. അപ്പോൾ y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 2√3 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. y കോർഡിനേറ്റ് ഈസ് 2√3. മനസ്സിലായല്ലോ? y കോർഡിനേറ്റ് ഈസ് 2√3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. y കോർഡിനേറ്റ് നമുക്കിവിടെ ആൻസർ എഴുതാം. y കോർഡിനേറ്റ് ഒന്നാമത്തെ ആൻസർ y കോർഡിനേറ്റ് is 2√3. ഇനി അടുത്തത്, what is the slope of this line? ഈ ലൈൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ്? ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. y കോർഡിനേറ്റ് കിട്ടി. y കോർഡിനേറ്റ് ഈസ് 2√3. നൗ ഫൈൻഡ് സ്ലോപ്പ്. ഇവിടെ നമുക്ക് 2√3 എന്ന് എഴുതാം അല്ലേ. Slope is equal to ഡിഫറൻസ് ഓഫ് ഈ ലൈൻ അല്ലേ. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും ഇവിടെ സി എന്നും പേര് കൊടുക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് y കോർഡിനേറ്റ് 2√3 മൈനസ് 0/3 മൈനസ് 1. 2√3/2. 2 and 2 get cancel. ഇത് കിട്ടും √3 എന്ന് കിട്ടും. അപ്പം രണ്ടാമത്തെ പാർട്ട് കിട്ടി. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു √3. ഇനി മൂന്നാമത്തത് എന്താ? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ? അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് XY എന്ന് എടുക്കുക അല്ലേ. ഈ ലൈനിൽ ഒരു പോയിന്റ് XY എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ ഡിഫറൻസ് ഓഫ് y കോർഡിനേറ്റ് y -0. അവിടെ നമ്മൾ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇക്വേഷൻ ഓഫ് ലൈൻ ഈക്വൽസ് y -0 by x minus 1
ഈക്വൽ ടു ഇതിന്റെ സ്ലോപ്പ് എന്ത് തന്നെയായിരിക്കും? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ ആൻസർ തന്നെയായിരിക്കും അല്ലേ? എത്ര? √3 ഈക്വൽസ് √3. ഇനി നമുക്ക് ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, y/x is equal to y/x minus 1 is equal to √3. അപ്പോൾ നമുക്ക് y is equal to ഇനി അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുപോയാൽ പോരെ? y is equal to √3 into x minus 1. y is equal to √3 into x minus 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈനും കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മനസ്സിലായല്ലോ? ഇനി 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ABCD is a സ്ക്വയർ. നോക്കിക്കേ, പടം വരച്ചിട്ടുണ്ട്. ABCD ഒരു സ്ക്വയർ ആണ്. പ്രൂവ് that for any point on the diagonal BD, sum of the x coordinate and y coordinate is 0. x coordinateും y coordinateും ആഡ് ചെയ്താൽ 0 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ എയുടെ കോർഡിനേറ്റ്സ് -2 തന്നിട്ടുണ്ട്, സിയുടേത് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. കണ്ടുപിടിക്കാം. ബിയുടെയും ഡിയുടെയും നമുക്ക് കോർഡിനേറ്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. ബിയുടെ കോർഡിനേറ്റ്സ് എന്താ വരും? പറഞ്ഞേ, ബിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെ വരും? ബി parallel to x axis y coordinate equal -2 ഇത്. parallel to y axis x coordinate equal. അപ്പോൾ 2 -2 എന്ന് കിട്ടി. ഇവിടുത്തെ കോർഡിനേറ്റാ ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ -2, ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ 2. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടി. ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കോർഡിനേറ്റ്സ് B 2 -2 D -2 2 ഇത് രണ്ട് ആഡ് ചെയ്താൽ നോക്കിക്കേ, 2 - 2 is equal to 0, -2 + 2 equal to 0. ഈ കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 0 എന്ന് കിട്ടും. പക്ഷെ നമുക്കിത് പ്രൂവ് ചെയ്യണം. 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? എന്ത് വരുന്ന ക്വസ്റ്റ്യൻ? ABCD സ്ക്വയർ പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിന്റ്, ഈ ഡയഗണലിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഡയഗണൽ വരച്ചിട്ടില്ല, ഡയഗണൽ വരയ്ക്കാം. നേരത്തെ കണക്ക് എക്സ് വൈ എന്ന് എടുക്കാം. അപ്പോൾ ഈ ഡയഗണലിൽ എക്സ് വൈ എടുത്ത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സം ഓഫ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് 0. ഇവിടെ നമ്മൾ കാണിച്ച അതുപോലെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എക്സും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇഫ് xy is a point on BD, then y minus 2 by difference of the, ഇവിടെ എടുക്കാം അല്ലേ, ഇങ്ങോട്ട് എടുക്കാം. y -2 by x minus -2, അപ്പോൾ എത്ര കിട്ടും? x plus 2 equal to -2 by 2 plus 2. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പും ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? y -2 by x plus 2 equal to -4 by 4 equal to -1 എന്ന് കിട്ടും. ഇതിനെ ഇനി അറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കി കൊണ്ടുവരണം. ഓക്കെ, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്?
y minus 2 equals, ഇതാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ, -1 into x plus 2. അപ്പം ഓപ്പൺ ദ ബ്രാക്കറ്റ്, സിംപ്ലിഫൈങ് വിൽ ഗെറ്റ്, നോക്കിക്കേ, -x, ഇവിടെ -1 into 2, -2, പുറത്തുകൊണ്ട് വരുമ്പോൾ +2, ഇപ്പം എന്തായിട്ട് വരും, അത് 0 ആയിട്ട് മാറും. അപ്പം നമുക്ക് അവസാനം ഫൈനലി x plus y is equal to 0 എന്ന് കിട്ടും. നമുക്ക് ഇതെന്തായിട്ട് കിട്ടും, x plus y is equal to 0, അതായത് x കോർഡിനേറ്റും y കോർഡിനേറ്റും ആഡ് ചെയ്ത 0 എന്ന് കിട്ടും. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. 5ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 6ാമത്തെ ചോദ്യം, prove that for any point on the line intersecting the axis of the picture, the sum of x and y coordinate is 3. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സം നേരത്തേതിൽ 0 എന്ന് കാണിച്ചെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കാണിക്കണം, സം 3 എന്ന് കാണിക്കുക, x plus y is equal to 3 എന്ന് കാണിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് നോക്കിക്കേ, prove that line intersecting the axis, this is the line intersecting the axis, they are the coordinate 3 0 here 0 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ് വൈ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈ എന്ന് എടുക്കാം. if xy lies on the line joining the points ഏതൊക്കെയാണ്, 0 3 and 3 0, then എന്താണ്, നമുക്ക് y minus 3, ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ y minus 3 by x minus y minus 3 by x minus 0 equal to, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ എടുക്കണം, 0 minus 3 by 3 minus 0, 0 minus equals minus 3 by 3 equals minus 1. അതായത് y minus 3 by x is equal to minus 1. Now cross multiply implies y minus 3 is equal to minus x. Cross multiply minus x, ഈ minus x എപ്പുറത്തുണ്ട് 3 അപ്പുറത്തുണ്ട്, അപ്പോൾ നമുക്ക് എന്താ കിട്ടും, x plus y is equal to 3 എന്ന് കിട്ടും. നോക്കിക്കേ, എക്സും വൈ ആഡ് ചെയ്യുമ്പോൾ 3 ആണ്. 3 plus 0 is 3, 0 plus 3 is 3, x plus y is equal to 3. ഇത്രയേ ഉള്ളൂ. സം ഓഫ് ദി എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത 3 ചോദ്യങ്ങൾ കൂടിയുണ്ട് എക്സസൈസ് തീരാനും ഈ ലെസൺ തീരാനും. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.